സന്തോഷിന്റെ വ്ലോഗിലാണ്. കാണാൻ പോവാണ്. ഈ വീഡിയോ റിവേഴ്സിൽ വരുവാണെങ്കിൽ ഞങ്ങൾ റിവേഴ്സ് വാട്ടർഫോൾസ് പോയി നിങ്ങൾ പാട്ടിന്റെ താളത്തിലാണ്. ഹേയ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു അഡ്വഞ്ചർ ട്രിപ്പിനാണ് പോകുന്നത്. കൂടെ നമ്മുടെ ബിഗ് ബോസ് താരങ്ങളും ഉണ്ട് ഗൈസ്. അത്ര പറയുന്നത് തുടച്ചതാ. ഒന്നും കേൾക്കുന്നില്ല. പപ്പ ലൈക്ക് ചെയ്തിട്ടുണ്ട്. ആണോ? ഞാനും കുർത്തേക്ക് ഇടാന്ന് വിചാരിച്ചാടി. അമ്മയുടെ അവിടെ കാണുമല്ലോ. മമ്മി അവിടെ എന്തോ സ്നാക്സ് വന്നിന്റെ മോൻ കാണത്തില്ല. ഇത് കാണത്തില്ല. ഞങ്ങൾ പോയിട്ട് വരാം ഗായ്സ്. ഇത് ഞാനല്ല ഗായ്സ്. നാളെ ഞാൻ ഒരുങ്ങി വരുന്നതായിരിക്കും. ഓക്കെ ബൈ. എനിക്ക് വിശന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. നല്ല വിശപ്പ്, നല്ല ഫുഡ്, നല്ല മസാല ദോശ, നല്ല ചട്നി, സാമ്പാർ കൊള്ളാം. ഇവൾ എന്നെ കൂട്ടാണ്ട് ഫുഡ് കഴിച്ചു വെളുപ്പിനെ എണീറ്റ്. എനിക്ക് പിന്നെ ഞാൻ എന്റെ അര ബോട്ടിലെ വെള്ളം പകുതി തീർന്നു. അതെ, എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ വെള്ളം ഇല്ലാണ്ടിരിക്കുകയാണ്, ഞങ്ങൾ പെട്ടിരിക്കുകയാണ്. ബോട്ടിലെ വെള്ളം പിടികിട്ടപ്പോൾ അടുത്ത ട്രോളിനോട് ഞങ്ങൾ പാത്തേരെല്ലാം പോയിരിക്കുകയാണ്. ഞാൻ ഇത് സാബുമാൻ അവിടെ എവിടെയും ഉണ്ട്. അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ചില്ലിരുന്നൊക്കെ ഇരിക്കുകയാണ്. ലൂഡോ കളിച്ച് ഇവരെല്ലാവരും തോന്നി. ഞാൻ കളിച്ച് ജയിച്ചു. അതിന്റെ സന്തോഷത്തിലിരിക്കുകയാണ്. നമ്മള് ലഞ്ച് കഴിച്ചില്ല, ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലേറ്റ് ആയിട്ട് കഴിച്ച്. പിന്നെന്താണ് സ്ലീപ്പറിലാട്ടോ പിൻസിമോൾ അവിടെ എന്തോ എഡിറ്റിങ്ങും പരിപാടികളിലൊക്കെയാണ്. എന്തായാലും ഇരുന്ന കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഞങ്ങളുടെ ട്രെയിൻ ഓരോ സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഏത് സ്ഥലവും നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നില്ല. കുന്താപുര ഇവിടെ ഷാറുഖ് ഖാനും കജോളല്ലേ? നമ്മളല്ല കേട്ടോ. പറയണ്ട. ഓക്കെ, നീ കേറി വന്നിട്ട് അവളുടെ കൈ പിടിച്ച് ഓടി വരണേ. പ്രവീണുണ്ട്. ഹായ് പറ ഗായ്സ്. ഞാൻ വേറൊരു വ്ലോഗിലായിരുന്നു. 28 മണിക്കൂർ ട്രെയിനകത്തിരിക്കണം. ഇപ്പൊ ഏകദേശം ഒരു 5-6 മണിക്കൂർ ആയിട്ട്. എന്തെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ ബൈ. രണ്ടിനെ അവിടെ നിർത്തിട്ട് സ്ലോ മോഷൻ ഞാനാക്കണം. നിങ്ങൾ അത് സ്ലോ മോഷൻ. നീ ഓൾറെഡി കേറി നിൽക്കുവാ. അവൾ ഓടി വരണം. ഓടി വരണം. എങ്ങനെ കജോളൊക്കെ വരത്തില്ലേ?
ഓടി ഓടി വാ. അതിന് നീ നമുക്ക് കൈ കൊടുക്ക്. ഇത് കിട്ടിയില്ല. റെഡി 1 2 3 സ്റ്റാർട്ട്. തളത്തിൻ്റെ തലവളം കിടത്തില്ല. കിട്ടിയ കിട്ടിയ എങ്ങനെ സാധുമാണെന്ന് വിശ്വസിക്കാൻ പറ്റും. ഓ മൈ ഗോഡ് 80 days സർവൈവ് ചെയ്ത സബുമാൻ. സാബുമാന്റെ ആ ഒരു തൊലി. വണ്ടി റെഡി 1 2 3 സ്റ്റാർട്ട്. അയ്യോ ഒന്ന് കൊടുത്തു അവിടെ ready 1 2 സീരിയസ് ആയിട്ടിരിക്കും എന്നിട്ട് തുടങ്ങണം. ready 1 2 3 start. വാടാ തുടങ്ങണോ? തെക്ക് പട്ടിന്റെ താളത്തില്ലാടടി അലോട്ടല്ല. കേട്ടപോലെ വന്നു വേണോന്ന് പോലും ചോദിക്കാതെ ഒറ്റയ്ക്കിരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഫുഡ് കഴിക്കുന്ന ആർജെ ബിൻസി. ട്രെയിൻ ചെറുതായിട്ട് മൂവ് ആവുന്നുണ്ട്. പേടിയാവും പേടിയാവും ഇല്ല ഉണ്ട്. എടാ തള്ളുമ്പം പതുക്കെ തള്ളണം. നിനക്ക് ഇനേർഷ്യ തള്ളുമ്പം പതുക്കെ തള്ളണം. അത് ഫിസിക്സിലെ ഇനേർഷ്യ പ്രശ്നമായി പോയത്. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ പറഞ്ഞിട്ടേ കാര്യമില്ല. അല്ല, കാരണം എന്താ, സയൻസ് പഠിക്കേണ്ട സമയത്ത് ലോ പഠിക്കാൻ പ്രശ്നമാണ്. അതാണ്. പക്ഷെ ആ ലോ പഠിക്കേണ്ട സമയത്ത് സയൻസ് പഠിച്ചെങ്കിലോ? നീ എന്തോ പഠിച്ചു? ഞാൻ സയൻസ് ആണ് പഠിച്ചത്. ഒബ്ജക്ഷൻ അറിയാം, നിനക്ക് വല്ലതും അറിയാമോ? അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ലോക്കൽ ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യാൻ ധാരാവിയൊക്കെ ഒന്ന് പോയി ചുറ്റി കറങ്ങാന്ന് വിചാരിച്ചു. മറ്റേ സാബുമാന്റെ ഇങ്ങനെ ചാടി കേറുന്ന വീഡിയോ ഒക്കെ പറ്റുമെങ്കിൽ ഞാൻ എടുക്കാം കേട്ടോ. ചാടി കയറുന്ന വീഡിയോ ആണ് എനിക്ക്. നമ്മള് പിന്നെ കയറണ്ടായോ ട്രെയിനില്? ഗൈസ്, ഇനി നമ്മൾ ഇവിടുന്ന് ഭയങ്കര പറയാതിരിക്കാൻ പറ്റത്തില്ല. വീഡിയോയില് കണ്ടിട്ട് സൺസ്ക്രീൻ ഇടണോ? ഇവിടെ ഷോപ്പ് ഉണ്ടാന്ന് നോക്കായിരുന്നു. വീഡിയോയില് കണ്ടിട്ടുള്ളൂ ഗൈസ്. നമ്മള് ലോക്കൽ ട്രെയിനിൽ കയറാൻ പോവാ. ആർ യു എക്സൈറ്റഡ്? നമുക്ക് പുതിയ എക്സ്പീരിയൻസസ് ഒക്കെ എപ്പോഴും ഇഷ്ടമാണ്. അടുത്ത് നിന്നോ പുള്ളി വരാന്ന്. പിന്നല്ല, നമുക്ക് അടുത്ത മൂഡ് വേറെ കലാപക്കാര വെക്കാം. കലാപക്കാര നമുക്ക് ഡാൻസ് കളിച്ചോണ്ടേ എങ്ങനെ? മൺസൂൺ സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പം എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹമായിരിക്കും ഇതുപോലുള്ളൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലത്ത് പോകണമെന്ന്. ഇൻ്റർനെറ്റ് ഇല്ല, ഒന്നുമില്ല, ആരും നമ്മളെ ശല്യപ്പെടുത്താതെ സമാധാനമായിട്ടുള്ള ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ഥലം. അതാണ് നമ്മുടെ മാത്തേരൻ. മഹാരാഷ്ട്രയിലുള്ള മാത്തേരനിലാണ് ഞാൻ ഇന്നുള്ളത്. ആൻഡ് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇവിടെ എത്തണമെന്നുള്ളത്. ഫൈനലി ഞാൻ എത്തിയിരിക്കുകയാണ്, അതും എൻ്റെ പ്രിയപ്പെട്ടവരുടെ കൂടെ.
അങ്ങനെ ഞങ്ങൾ മാത്തേരനിൽ എത്തിയിരിക്കുന്നു ഗൈസ്. ഇവിടെ നല്ല മഴയാണ് ഗൈസ്. മാത്തേരനിൽ എത്തിയിരിക്കുന്നു ഗൈസ്. മഴ നനഞ്ഞു കുളിച്ചു. ഇവനെന്താ പറഞ്ഞു, എന്താ പറഞ്ഞു? അവിടെ വിയർത്ത് കുളിച്ചത്. നമ്മൾ കുളിച്ച് മഴയൊക്കെ കുളിച്ച് റെഡിയായിട്ട് അതെ. വാട്ടർഫോൾസ് ഒക്കെ കാണാൻ പോകണം ഗൈസ്. നമ്മളിപ്പോൾ എക്സാക്ട്ലി അമാൻ ലോഡ്ജ് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇവിടുന്ന് മാത്തേരനിലേക്ക് പോകാനായിട്ട് നമുക്കൊരു 2 കിലോമീറ്ററോളം ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ചൂസ് ചെയ്യാനായിട്ട്. വേണമെങ്കിൽ നടന്നു പോകാം, അല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ഓട്ടോസ് ഉണ്ട്, ഹോഴ്സ് റൈഡ് ഉണ്ട്, അല്ലെങ്കിൽ ടോയ് ട്രെയിൻ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇലക്ട്രിക് ഓട്ടോസാണ് ചൂസ് ചെയ്തത്. ബിക്കോസ് നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇന്ന് തന്നെ നമ്മൾ ട്രക്കിങ്ങിന് പോകുന്നുണ്ട്. ഒരു 20 കിലോമീറ്ററോളം നടക്കാനുണ്ട്. അപ്പോൾ ടയേർഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചൂസ് ചെയ്തത്. കുറെ നടന്ന് നമ്മൾ എത്തിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി, ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. പോലീസ് സ്റ്റേഷനോട് അതിന്റെ തൊട്ടായിട്ട് വർക്ക്ഷോപ്പ് ഇവിടെ ബാക്കി നീലക്കുയിൽ 1 2 3 എടുക്കല്ലേ. പിന്നെന്തോ ചെയ്യാം. ഇല്ല, ഞാൻ വോയിസ് ഓവർ എനിക്ക് ഇത് ഏത് കാലത്ത് എഡിറ്റ് ചെയ്ത് തീരും. അതല്ലേ എൻ്റെ എല്ലാ സാധനവും അവിടെ തന്നെ ഇരിപ്പുണ്ട്. കൃഷ്ണ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോകുവാണ് ഗൈസ്. ഒന്നുമില്ല, വെജ് ഐറ്റംസ് ഒക്കെ ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ കൃഷ്ണ ഹോട്ടൽ. പോയോ ചുമ്മാതാ ഗൈസ്. അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ട് റിവേഴ്സ് വാട്ടർഫോൾസിലും അങ്ങനെ കുറച്ച് സ്ഥലത്ത് പോവാണ്. അങ്ങനെ ഞങ്ങൾ റിവേഴ്സ് വാട്ടർഫോൾസ് കാണാൻ പോവാണ്. ഞങ്ങൾ റിവേഴ്സ് ഈ വീഡിയോ റിവേഴ്സിൽ വരുവാണെങ്കിൽ ഞങ്ങൾ റിവേഴ്സ് വാട്ടർഫോൾസ് പോകാൻ നിങ്ങൾ വിചാരിച്ചോളൂ. ശാസ്ത്രം. സോറി, എനിക്കൊന്നും മനസ്സിലായില്ല. എവിടെ ഒരാളെ നിക്കർ വിട്ടിരിപ്പുണ്ട്. നിങ്ങൾ കാണുന്ന പോലെ ഒന്നല്ലേ ഈ സാബുമാൻ, അവൻ വെറും ഉഡായിപ്പാണ്. 1/2 മണിക്കൂറാവാൻ ഞങ്ങളെ പോസ്റ്റ് ആക്കിയിട്ട് വിശന്നിട്ട് വയ്യ. സത്യം പറഞ്ഞ ചുമ്മാതാ. പാവ സാവുമാൻ ഏറ്റവും നല്ല ശൈത്യാണ്. എവിടെ പോയാലും പോസ്റ്റ്. നീ അല്ലടാ ഇത്ര നേരം താമസിച്ചത്. ഞങ്ങളുടെ കൂടെ ഉള്ള ആൾക്കാരൊക്കെ പോയി ഗൈസ്. ഇനി എങ്ങോട്ട് പോണോ ഏതുവഴി പോണോ ഒന്നും അറിയത്തില്ല. ഫുഡ് കഴിക്കാൻ പോകുക ഇപ്പൊ. എടി എന്തുവാടി ഇവിടെ അല്ലല്ലോ, ഇവിടെ ആയിരുന്നോ? ഇതാണോ? സോറി, അത്ര എണ്ണ പറ്റില്ലടാ. ഈ ചോറ് ഇഷ്ടമാണ്. ഓ സബുമാന്റെ മുഖത്ത് ഇപ്പഴാ ഒന്ന് തെളിച്ച വന്നു ഫുഡ് കഴിച്ചു കഴിഞ്ഞു. നമ്മള് കണ്ടില്ല, കാണാത്തോണ്ട് വന്നപ്പോ തൊട്ട് പറയാ റിവേഴ്സിലിടും. സബുമാൻ, എന്താണ് നിനക്ക് പറയാനുള്ളത്, നിന്റെ എക്സ്പീരിയൻസ്? ഇതുവരെ കൊള്ളാം. നല്ല മഴയും നല്ല കാറ്റും. പിന്നെതാ ഇപ്പൊ എത്ര മണിയായി നിങ്ങൾക്ക് വല്ല പിടിയുണ്ടോ? വെറും 1:30. 1:30 എങ്ങനെ ഇരിക്കുന്ന നോക്കിയേ. കാണിച്ചു കൊടുക്കണോ? പറയട്ടെ, ഒരു കാര്യം പറയട്ടെ. ചൈത്തയുടെ വ്ലോഗ് മനോഹരമായിരിക്കുന്നു. പക്ഷെ ഇതെല്ലാം ഇതിന്റെ അകത്ത് തന്നെ കാണും, വെളിയിൽ ആരും കാണില്ല. എന്താ നിങ്ങൾ ഇവിടെ അലമ്പ് നടക്കുന്നത്? പ്ലീസ് ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യൂ. 1:30 ആയിട്ടുള്ളൂ, പക്ഷെ ഇവിടുത്തെ ക്ലൈമറ്റ് നോക്ക്. ഭയങ്കര ഫോഗാണ് ഗൈസ്. രസമുണ്ട്. യെസ് ഗൈസ്, ഇവിടെ ഒരുത്തം കുറെ മണിക്കൂറായി റെയിൻകോട്ട് ഇടാൻ മര്യാദയ്ക്ക് അറിയത്തില്ല. അവന്റെ ഉണ്ടായിരുന്ന ഒരു റെയിൻകോട്ട് വാങ്ങിച്ചു കൊടുത്ത് അത് കീറിക്കളഞ്ഞു. ഇപ്പൊ എന്റെ റെയിൻകോട്ട് കൊടുത്തപ്പോ അതും കീറി. ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞാ മതി. അങ്ങനെ നമ്മൾ ഏതോ ഒരു ലേക്കിലേക്ക് പോകുകയാണ് ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ഉൾക്കാട്ടിൽ കൂടി പോകുന്ന ഒരു ഫീലുണ്ട് കേട്ടോ. ഇവന്റെ ഈ എയർ ഫ്രെയിം എടുത്താലും നീ അവിടെ എത്തുന്നവരെ ഇത് തന്നെയായിരിക്കും കേട്ടോ. ഫൈനലി കുതിരപ്പുറത്തൊക്കെ ആൾക്കാർ പോകുന്നു. സോ യെസ്, പാട്ടുണ്ട്.
എന്റെ എന്ന് പറയുന്നത് കടമറ്റത്ത് കത്തനാരയും കൊണ്ടാണ് ഞാൻ മാത്തേരൻ ലേക്കിലേക്ക് പോകുന്നത് ഗൈസ്. എന്താ നമ്മളിപ്പോ ശൈത്യ സന്തോഷിന്റെ വ്ലോഗിലാണ്. ആണ് അതെ. ശൈത്യ സന്തോഷിന്റെ വ്ലോഗിലാണ്. വ്ലോഗ് നിങ്ങള് വീഡിയോ വീഡിയോ ഗൈസ് ഇവിടെ സാമ്പാറിന്റെ വീട് നോട്ട് പോയിന്റ്. ഫൈനലി ഞങ്ങൾ റീൽസിൽ കണ്ട അതേ സ്ഥലത്ത് ഞങ്ങൾ എത്തിയിരിക്കുന്നു ഗൈസ്. എല്ലാരും നിക്കണ്ടേ? എന്താ പറയേണ്ടത് അറിയത്തില്ല. പോവാൻ പോലും പറ്റാത്തൊരവസ്ഥയില. അമ്മാതിരി കാറ്റും മഴയും. നല്ല ഭംഗിയുണ്ട്. വരൂ എനിക്ക് വയ്യ, ഞാൻ കിടക്കുവോ? അങ്ങനെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. അതായത് മഴ തുടങ്ങിയ അന്ന് തൊട്ട് ഞാനും ഇവനും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തോണ്ടിരുന്ന റീലായിരുന്നു റിവേഴ്സ് വാട്ടർഫോൾസ്. അയ്യോ, അങ്ങനെ ഇവിടെ എത്തി ഗൈസ്. കണ്ടോ? വരാൻ പറ്റുന്നവരെന്തായാലും വരണം. ഡോണ്ട് മിസ് ഇറ്റ്.
In the Saberman and Pravinam Shaitim. Material കഴിച്ചോ तुमसे न जाने तुझे बता है तुझको क्या है ഗൈസ് അങ്ങനെ നമ്മൾ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇന്നത്തത് അങ്ങനെ റൂമിലെത്തി. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ അവളവിടെ വരുന്നുണ്ടോ? ആ ശരി ശരി. ചേച്ചിമാരുടെ അതിവിദഗ്ധമായിട്ടുള്ള ഡാൻസ്. ഇവിടെ വരുന്നുണ്ട് മാർക്കറ്റില് ഇൻഫർമേഷൻസ് സ്റ്റാർട്ടോ അതിന് ബ്ലോഗ് അതിന് ഇട്ടാലല്ലേ. എനിക്ക് സമാധാനം ചുമ്മാ എടുക്കാൻ ഇല്ല ഞാൻ ഇടും. എന്ത് അവന്മാരെന്ത് അമ്മ ഇവിടെ നിൽക്കുവാണ് കഴിക്കാനായിട്ട്. അർജുൻസി കഴിച്ചു, ഞാൻ കഴിക്കാൻ പോകുന്നത്. നമ്മുടെ ഡിന്നർ കഴിഞ്ഞിട്ട് മാത്തേരനിൽ കുറേ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ സൽമാൻ ഖാൻ്റെ ഡ്യൂപ്പാണ് ഈ വരുന്നത്. പുള്ളിക്കാരനാണെങ്കിൽ എല്ലാവരെ കൊണ്ട് ഡാൻസ് ഒക്കെ ചെയ്യിപ്പിച്ചു കേട്ടോ, അടിപൊളിയായിരുന്നു. അങ്ങനെ മറക്കാൻ പറ്റാത്ത ഒരുപാട് കാഴ്ചകളും എക്സ്പീരിയൻസും ട്രക്കിങ്ങും സൗഹൃദങ്ങളും ഒക്കെ നൽകിയ മാത്തേരനോട് നമ്മൾ നാളെ യാത്ര പറയാൻ പോവുകയാണ്. അങ്ങനെ രോഗീനെ കൊണ്ടുപോകും. നല്ല പാട്ടടാ, നിനക്ക് പറ്റിയ പാട്ട്. അങ്ങനെ നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി മാത്തേരനോട് ടാറ്റ പറയാൻ പോവാണ് ഗൈസ്. പ്രവീണിനെ ആ വണ്ടിക്കാരൻ കൊണ്ടുപോയി. നല്ല ഐശ്വര്യത്തോടെ മറ്റേ ഭക്തിഗാനമൊക്കെ ഇട്ടിട്ടാട്ടോ കൊണ്ടുപോകുന്നത്. ഓ അവനിപ്പോ ഇവിടുന്ന് ഇങ്ങനെ വരുവാടാ, നമുക്ക് അതിന് മുന്നേ ഇവിടെ എത്താം. ഓ അതാണ്. എന്താ പറയാ, എനിക്ക് ഒന്നും കൂടെ ഒരു ഷോട്ട് എടുക്കണം, എന്നിട്ട് എന്റെ ഒരു വ്ലോഗിന്. അതാ മാത്തേരൻ സ്റ്റേഷൻ ഇല്ലേ, അവിടെ വെച്ചെങ്ങനെ എടുക്കാം. സോ ഗൈസ്, പ്രവീണിന് ഒരു എമർജൻസി വന്നതുകൊണ്ട് നമ്മൾ നേരെ ഫ്ലൈറ്റ് എടുത്ത് തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. അപ്പം അങ്ങനെ. അപ്പം എന്തായാലും മാത്തേരനോട് ടാറ്റ ബൈ ബൈ പറയാൻ പോവാണ്. ഇറ്റ് വാസ് ലൈക്ക് നല്ലൊരു അടിപൊളി ജേർണി ആയിരുന്നു. ട്രക്കിംഗ് ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പം എന്തായാലും ഗൈസ് അങ്ങനെ അത് ടോയ് ട്രെയിൻ മാത്തേരനിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ടോയ് ട്രെയിൻ. ഇപ്പം നമുക്ക് കയറാൻ പറ്റിയില്ലായിരുന്നു, ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ഉള്ളത് കൊണ്ട് പെട്ടെന്ന് പോകണം. സോ അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. എന്തായാലും ടോയ് ട്രെയിൻ കണ്ടു കേട്ടോ. പിന്നെതാ ഇതേപോലെ കുതിരകളുണ്ട്, അങ്ങനെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. ഓക്കെ, എന്തായാലും പ്രവീൺ ഞങ്ങളെ നോക്കി അവിടെ എവിടെയോ കാത്തു നിൽപ്പുണ്ട്. വേഗം പോട്ടെ. ടോയ് ട്രെയിനിന്റെ ബാക്ക് സൈഡ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഞാനും സൗമാനും കൂടെ ഓടുവാണ് ഗൈസ്. അയ്യോ ദേ പോയി, ട്രെയിൻ പോയി, ട്രെയിൻ പോയി ഗൈസ്. ഒരു അത്യാവശ്യ സ്പീഡ് ഉണ്ടല്ലേ. ആ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. ഒരു വേണമെങ്കിൽ തിരിഞ്ഞു നോക്കി. സോ ഗൈസ്, എന്റെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എന്തായാലും നമ്മൾ മാത്തേരനിൽ അടിച്ച് പൊളിച്ച് നല്ല രീതിയിൽ സൈറ്റ് സീയിങ് എല്ലാം വിസിറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ തിരിച്ചു പോവാണ്. പ്രവീൺ എവിടെയോ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അപ്പൊ ഓടി പോകണം വേഗം തന്നെ. അപ്പൊ നമ്മളിത് കാണിച്ചു കൊടുത്ത് അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി ഗൈസ്. അങ്ങനെ ഗൈസ് എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു.
സോ നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 8:30 കേട്ടോ ഫ്ലൈറ്റ്. ഈ മുംബൈയിൽ നിന്ന് നേരെ നമ്മുടെ നാട്ടിലേക്ക്. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. മാത്തരൻ വ്ലോഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു കുറച്ചേ എടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ മാക്സിമം എൻജോയ് ചെയ്യുമായിരുന്നു. സോ ദേ നമ്മുടെ സൗമാനുണ്ട്. മാത്തരൻ ട്രിപ്പ് വാസ് വെരി നൈസ്. ഭയങ്കര ഒരു കാമിങ് ആൻഡ് പീസ്ഫുൾ ട്രക്കിംഗ് ആയിരുന്നു. ആൻഡ് എൻ്റെ വലിയൊരു ഡ്രീം ആയിരുന്നു ലൈക്ക് എനിക്ക് റോസ് വാട്ടർഫോൾസിൽ പോകണമെന്നുള്ളത്. ആൻഡ് ഫൈനലി അത് നടന്നിരിക്കുവാണ്. നമ്മൾ മുംബൈ എയർപോർട്ടിൽ ഇരിക്കുകയാണ്. പാവം പ്രവീൺ മോന് വയ്യ. അതുകൊണ്ട് ഞാൻ കുറച്ച് കെയറിങ് കൊടുക്കാന്ന് വിചാരിച്ചിങ്ങനെ വെള്ളം വേണോ ചായ വേണോ അത് വേണോ ഇത് വേണോ എന്നൊക്കെ അതെല്ലാം ചോദിച്ചിരുന്നു. ക്യാമറ പിടിച്ച് കാണിച്ചു. ഒന്നും പോലെ എനിക്ക് വയ്യ, എനിക്ക് ശ്വാസം മുട്ടിയിരിക്കുന്നു. സബ്വേ എനിക്ക് ഡയറ്റ് കോക്ക് ഇല്ലാതെ കുടിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വയ്യ, എൻ്റെ കാലറി എൻ്റെ കൂടിപ്പോയി. അയ്യോ ഞാൻ നടന്നില്ല. ഇവിടെ ഞാൻ ഇങ്ങനെ നടക്കുക. എന്തോ സത്യമായിട്ടും അവനും ഇല്ലാത്തൊരുത്ത് എയർപോർട്ടിലല്ലടാ. എയർപോർട്ടിൽ അല്ലല്ല, അതിന് മുന്നേ തൊട്ട് തുടങ്ങി നമ്മള് മറ്റേ നിങ്ങൾ അതുകൂടെ കേൾക്കണം. നമ്മള് എയർപോർട്ടിലോട്ട് വരുന്ന വഴിക്ക് എയർപോർട്ടുകാരും അവര് പറഞ്ഞു ഇവിടെ ബ്ലോക്ക് ഉണ്ടാവും വൈകിട്ടല്ലേ നമ്മുടെ ഇവിടെ മുംബൈയിലാകുമ്പോൾ. ഇവനപ്പോ പേർഷ്യൻ മൾട്ടി ക്യൂസിൻ എന്തോ റെസ്റ്റോറന്റ് ഇപ്പോ കെബാബ് അവന് കേട്ടണം. പേർഷ്യൻ ദർബാർ അവിടെ പോണോന്ന് വയ്യ, അവനെ വയ്യ. അത് ഞാൻ പറഞ്ഞ ഇടാ എനിക്ക് വയ്യ. മാത്രമല്ല അവിടെ നിന്ന് ട്രാഫിക് ഉണ്ട്. അത് ഉപ്പില്ലടോ, നമുക്ക് എന്തായാലും ബസ്സും ഫ്ലൈറ്റും. ഫ്രണ്ട് ഞാൻ ഇങ്ങനെ കിടക്കും. ഇവന് വയ്യാത്തതുകൊണ്ട് ഇത് വേറൊരു കാര്യമുണ്ട്. എനിക്ക് മെഡിക്കൽ എമർജൻസി വേണ്ടി വന്നു മെഡിക്കൽ റൂമിൽ പോകാനായിട്ട്. ഞാൻ മനസ്സിലാവുമനെ ഒന്നും ആടാ ഇവിടെ ഒരു സെക്കൻഡ് സബ്വേയിൽ ഞാൻ ഒന്ന് ആടി. റെഡി 1 2 3 തെക്കുപട്ടിന്റെ തളത്തിലൊരു തലവെല്ലാം കിടത്തില്ല എന്നാ നാട്ടുപട്ടിന്റെ തളത്തിലുള്ളൊരു തലവെല്ലാം കിടത്തില്ല എന്നാ. ഞങ്ങൾ ഫ്ലൈറ്റിൽ പോകുവാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരു ഫ്ലൈറ്റിൽ ഫസ്റ്റ് ഫ്ലൈറ്റ് ടുഗദർ. അതിന്റെ ഇടയ്ക്ക് ഇവനേതാ എമർജൻസി എക്സിറ്റിൽ അവർ കാരണം കുഷ്യൻ പോലെ തലയിടിച്ചു. കിട്ടിയത് പോരെ. ശൈത്യം ഇതെല്ലാം എടുത്തു നോക്കി എവിടെ ഇടാനാന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇടും. ഹലോ.